ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ അവഞ്ചേഴ്സ് ഡൂംസ് ഡേയുടെ ട്രെയിലറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്നലെയാണ് ട്രെയിലർ റിലീസായത്. വൺ ഓഫ് ദി മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവീസ് ഓഫ് ദി ഇയർ എന്ന് തന്നെ പറയാം അവഞ്ചേഴ്സ് ഡൂംസ് ഡേനെ കുറിച്ച്. സോ ഡൂംസ് ഡേയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടെങ്കിലും ഒരു 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 ചെറിയ പോരായ്മയുണ്ട്, ഒരു 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 കുറവുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് സംസാരിക്കാം. നിങ്ങൾ ഇതുവരെ ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രെയിലർ കണ്ടതിന് ശേഷം മാത്രം ഇപ്പോൾ ഈ വീഡിയോയിലേക്ക് വരുക. നമ്മൾ ഒരുപാട് സ്പോയിലേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ട്രെയിലറിൽ കണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അത് കൂടുതലൊന്നും പറയുന്നില്ല, കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുക. സോ അങ്ങനത്തെ സ്പോയിലേഴ്സ് ഉണ്ടാവുള്ളൂ, അല്ലാതെ കൂടുതൽ ഡീപ്പായിട്ട് ഞാൻ ഇതിൽ സംസാരിക്കുന്നില്ല. സോ നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ സ്ട്രീമിംഗ് വഴിയാണ് ഇതിപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. സോ എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ അങ്ങനെ ഞാൻ എൻ്റെ ഗെയിം പ്ലേയിലേക്ക് ഇനി മാറാണ്. ഇനി വെബ്സൈറ്റ് കയറാം. വെബ്സൈറ്റിൽ നമ്മൾ അവഞ്ചേഴ്സ് ഡൂംസ് ഡേ ട്രെയിലർ എടുക്കാം. ക്ലാരിറ്റി 4K പോട്ടെ. ഏകദേശം 2 മിനിറ്റാണ്. സോ ഇവിടെ എനിക്ക് കുറച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനുള്ളത്. ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നുണ്ട് സേവിയറിന്റെ സ്കൂള്. ഇത് എക്സ്മെന്റെ സീനാണ്. എക്സ്മെന്റെ നമ്മുടെ സേവിയറിന്റെ ഗിഫ്റ്റഡ് സ്കൂളിന്റെ സംഭവം നശിച്ച് പോയിട്ടുണ്ടെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നത്. പിന്നെ പോകുമ്പോൾ കാണുന്നത് നമ്മുടെ സേവിയർ തന്നെ. ഇവിടെ ഈ പുള്ളിയാണ് സേവിയർ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഐ തിങ്ക് ഇയാൾ മരിച്ചിട്ടില്ല. ഇത് ഏത് ടൈം ലൈനാന്നുള്ളത് നമുക്ക് ഇപ്പോഴും ക്ലിയർ അല്ല. പക്ഷെ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആകാശത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് കീറ ഒരു ഗ്ലോബ് പോലെ സൈഡിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഫയർ പോലെ ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ക്യാപ്ഷൻ നമുക്ക് കണ്ടറിയാം, റോബർട്ട് ഡൗണി ജൂനിയർ ആണ് പറയണത്. ആദ്യം തന്നെ പറയുന്നത് നമുക്ക് നോക്കാം, സംതിങ് വി മേ നോട്ട് എബ് ടു ബി ഡിക്റ്റർ. എന്നിട്ട് ഇതില് ഡൂമിന്റെ ഒരു ഫസ്റ്റ് ലുക്കാണ് കാണിക്കുന്നതെന്ന് പറയാം. ഒരു മറ്റേ എംബ്ലം പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എൻ്റെ ഡ്രസ്സ് ഹോൾ പോസ് അടിപൊളിയാണ്. ഇത് എവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാവുള്ള എന്തോ കുരിശ് പോലത്തെ സാധനമൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ മാർവലിന്റെ ലോഗോ ആണ് വരുന്നത്. ഇത് നമ്മുടെ അവഞ്ചേഴ്സ് ടവർ ആണ് കാണിക്കുന്നത്. അത് കുറച്ച് പുതുക്കിയൊക്കെ പണിതിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഏടെ കളർ നമ്മുടെ മറ്റേ എൻ ഗെയിമിലെ ഒരു വൈബാണ് എനിക്ക് ഫീൽ ചെയ്യണത്. വേറെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. ഇതില് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറും തോറും ഒരുമിച്ചാണ് വന്നത്. ഇതിപ്പോ തോറ് ഇപ്പൊ ഇവരുടെ ഷിപ്പിലാണ്. സോ ഇത് എങ്ങനെയാണ് തോറ് ഇവരായിട്ട് കണക്ട് ആയെന്ന് അറിയില്ല. എന്നാലും ഇവരുടെ ഷിപ്പിലാണ് തോറ് ഇപ്പൊ വന്നേക്കുന്നത്. ആൻഡ്മാൻ ഉണ്ട്, നമ്മുടെ ബക്കി ഉണ്ട്, ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ട്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രെയിമാണ് ഗൈസ്. ഇതില് ഇത് സെൻട്രിയാന്ന് എനിക്ക് തോന്നുന്നു. സെൻട്രി ആണ് ഇത്. നമ്മുടെ ഏജന്റ് ഉണ്ട്, ഏജന്റ് അമേരിക്ക, പേര് മറന്നുപോയി. എലേന, മറ്റേ പുള്ളിക്കാരത്തി ഇതാരാണ് മറന്നുപോയല്ല, ബക്കിയാണെന്ന് തോന്നുന്നു. നമ്മുടെ റെഡ് ആർമിയിലെ പുള്ളി. ഫാന്റാസ്റ്റിക് ഫോർ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മുടെ മാർവൽ അവഞ്ചേഴ്സ് ഉണ്ട്. സോ അവഞ്ചേഴ്സ് ഉണ്ട്, പുതിയ അവഞ്ചേഴ്സ് ഉണ്ട്, ആൻഡ് ഫാന്റാസ്റ്റിക് ഫോർ ഉണ്ട്. ഇതില് ബാക്കിലാണ് ഏറ്റവും കൂടുതൽ സെറ്റപ്പ് സംഭവങ്ങളുള്ളത്. ഇതിൽ 3 സെമി സർക്കിൾ കാണിക്കുന്നുണ്ട്, 3 കോറ് കാണിക്കുന്നുണ്ട്, 3 ലിങ്ക് ചെയ്ത പോലെ ഒരു സംഭവം ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, അതെന്താന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം ഒരു മൂന്ന് യൂണിവേഴ്സ് ഇതിൽ ഇൻവോൾവ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അതിലെനിക്ക് ഈ റെഡ് എന്ന് തോന്നുന്നത് മാർവലിന്റെ ആയിരിക്കണം, ഈ ബ്ലൂ ഇവരുടെ ആയിരിക്കണം, ഈ യെല്ലോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇതിലില്ലാത്തവരെ എക്സ്മെനെ ഓൾറെഡി കാണിച്ചല്ലോ, എക്സ്മെനെ ആയിരിക്കണം എന്ന് തോന്നുന്നു. തോറിന്റെ കണ്ണൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും വന്നിട്ടുണ്ട്.
നെയ്മോറാണ്. നെയ്മോർ വക്കാണ്ടൻ പ്രിൻസ്. They die facing enemies and threats. ഓക്കെ, ആ സീൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. They die facing enemies and threats. ഇത് നമ്മുടെ നെയ്മോറിന്റെ ത്രോൺ റൂം ആണ് ഈ കാണുന്നത്, ത്രോൺ റൂം. പക്ഷേ ഈ ത്രോൺ റൂമിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അണ്ടർ വാട്ടർ ആയിരുന്നു ആദ്യം. പക്ഷെ ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ കാണാം ഇത് അണ്ടർ വാട്ടർ അല്ല, പകരം ഇവിടെ വെയിലാണ് കാണുന്നത്. വെള്ളത്തിന്റെ ഇടയിൽ എന്തായാലും വെയിൽ അങ്ങനെ വരില്ലല്ലോ. പിന്നെ ഇവര് തിരിച്ചിതാക്കി. മാത്രമല്ല ഇത് ഫുൾ റൂം വെള്ളത്തിന്റെ അടിയിലായിരിക്കണം. ഓൾസോ ഇത് വെള്ളത്തിന്റെ അടിയിൽ അല്ല എന്നുള്ളത് മറ്റൊരു ഓപ്ഷൻ. ഇവിടെ ഫാന്റാസ്റ്റിക് ഫോറിലെ ആൾക്കാരുണ്ട്, അതുപോലെ നമ്മുടെ അവഞ്ചേഴ്സിലെ ആൾക്കാർ ഇവിടെ ഇപ്പൊ ഉണ്ട്. സോ ഇവരിവിടെ സംസാരിക്കാനായിട്ട് വന്നേക്കണയാണ്, എന്തോ ഡീലിങ്സ് സംസാരിക്കാൻ വന്നേക്കണയാണ്. നടപടി ആയിട്ടില്ല, അതുകൊണ്ട് ഇവര് ഇത് തോറാണ് വന്നിരിക്കുന്നത്. ഇത് തോറ് എനിക്ക് തോന്നുന്നു മറ്റേ ഈ അവശിഷ്ടങ്ങൾ കണ്ടിട്ട് എനിക്ക് മറ്റേ ഇത് സെന്റിനൽസിന്റെ അടുത്താണെന്നാണ്. ഡൂം അവിടെ ഉണ്ട്. ഡൂം എന്താണ് സെന്റിനലായിട്ട് പരിപാടി? ആ പൊട്ടി തെറിച്ച് വന്ന ഇത് അല്ല, ഇത് നമ്മുടെ എക്സ്മെന്റെ സ്ഥലമാണ്. എക്സ്മെന്റെ ഇവിടെ സൈക്ലോപ്സ് വന്നിട്ടുണ്ട്. ലെജൻഡറി കോമിക് ആക്യുറേറ്റ് യൂണിഫോം. ഇതൊരു കിഡിലൻ സീൻ. ഗാംബിറ്റും സാങ്ചിയും ഫൈറ്റ് ചെയ്യും. പക്ഷെ അവരെവിടെ വെച്ചാ ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു ഫൈറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എക്സ്മെന്റെ അവിടെയാണെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഗാംബിറ്റ് എക്സ്മെനിലേക്ക് പോയിട്ടുണ്ടാവണം. സാങ്ചി അവിടെ വന്നപ്പോ ടൈം വേരിയൻസ് അതോറിറ്റിയുടെ ഐഡന്റി കാർഡൊക്കെ ആയിട്ടാണ് ലോക്കി വന്നിരിക്കണം ബ്രോ. ലോക്കിനെ കാണുമ്പോഴാണ് ഒരു സന്തോഷം. ലാസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ ഗോഡ് ലോക്കിയാണ്. പക്ഷെ ആ ഒരു സെറ്റപ്പിലല്ല ലോക്കി ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇത് ഒന്നെങ്കിൽ വേറെ വേരിയന്റ് ആവാം, അല്ലെങ്കിൽ ടൈം ലൈനിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഗോഡ് ലോക്കി വരുന്നതായിരിക്കും കുറച്ചും കൂടി അടിപൊളി എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് വക്കാണ്ടയുടെ ആ സീൻ. എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ചാണ് അവര് നേരത്തെ ആ ഫൈറ്റ് നടക്കുന്നത്. കാരണം ഇവിടെ ഒരു ഷിപ്പ്, നമ്മുടെ ക്വിഞ്ചറ്റ് ആണത്. ക്വിഞ്ചറ്റ് ആണെങ്കിൽ അവഞ്ചേഴ്സ് വന്നേക്കുന്നതാണ്. ഇവരവിടെ വന്നിട്ടുണ്ട്. ഇവര് മീറ്റപ്പ് ചെയ്യാൻ പോകുന്നു. സോ ഇവിടെ കടല് മാറി നിൽക്കാണ്. കടൽ എന്തിനാണ് മാറി നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഫാന്റാസ്റ്റിക് ഫോർ ഉണ്ട്, നമ്മുടെ എക്സ്മാൻ. ഇതാരാണ്? ഇത് സ്റ്റൂയുടെ കിടിലൻ സീനാണ് മോനെ. പീക്ക് ട്രെയിലറിന്റെ പീക്ക് ഇവിടെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ സീൻ നമ്മള് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറില് പുള്ളി ചെയ്യുമ്പോൾ ഫുൾ സ്ഥലത്ത് നിരം പരിശാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ പോസിൽ വന്നിട്ട് താനോസിന്റെ മേത്തേക്ക് ഈ സ്റ്റോം ബ്രേക്കർ വെച്ചൊരു ഏറി. അപ്പൊ താനോസിന്റെ കയ്യിൽ അപ്പൊ 6 ടൈം സ്റ്റോൺ ഉള്ള ഗോണറ്റാണുള്ളത്. അത് ബ്രേക്ക് ചെയ്തിട്ടാണ് സ്റ്റോം ബ്രേക്കർ താനോസിനെ പോയിട്ട് മുറിക്കുന്നത്. ആ സാധനമാണ് നമ്മുടെ ഡോക്ടർ ഡൂം 2 വിരലുകൊണ്ട് പിടിക്കണത്. ഒന്നുകൂടി നോക്കുക ഗൈസ്. പീക്ക് സാധനം, പീക്ക് അടിപൊളി സാധനമാണ് യൂസ് ചെയ്യും. ഇവിടെ എന്തൊക്കെയോ സിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കുറച്ച് ഇംഗ്ലീഷുകാരുടെ വീഡിയോസ് ഒക്കെ കണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കണ്ടായിരിക്കും മനസ്സിലാവും.
ആ ഊടും ആർ ഡി ജിയുടെ കണ്ണൊക്കെ ഗ്രീൻ കളർ. We're going to need a miracle. Hey, pal. It's not possible. ക്യാപ്റ്റൻ അമേരിക്ക റിട്ടേൺസ്. സോ ആ സീനിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഒന്ന്, ലാസ്റ്റ് മറ്റേ തോറിന്റെ ഹാമർ ഞാൻ കണ്ടത് തോർ ലവ് ആൻഡ് തണ്ടറിൽ തോർ അത് ലവിന് കൊടുക്കുന്നതായിട്ടാണ്, തോറിന്റെ മോള്. പക്ഷേ തോറിന്റെ മോളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ തോറിന്റെ മോളിന് അപ്പം എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് ഇതിനു മുമ്പ് ഉണ്ടായ ടീസറിലും തോറ് ഒരു ഫാദറിനോട് മറ്റേ ഒരു സീൻ ഉണ്ടായിരുന്നല്ല ടീസറായിട്ട് ഇറങ്ങിയത്, അതില് ഉള്ള സീന് കണ്ടപ്പോഴും മകളുടെ അടുത്തേക്ക് റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു തോറിന്റെ മകളെ ഒന്നെങ്കിൽ കൊണ്ടുപോയിട്ടുണ്ടാകണം. ഫാന്റാസ്റ്റിക് ഫോർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഫാന്റാസ്റ്റിക് ഫോറിന്റെ എൻഡിങ്ങിൽ ലാസ്റ്റ് ഇത് വരുന്നുണ്ട്, ആര് നമ്മുടെ ഡോക്ടർ ഡൂം വന്നിട്ട് അവരുടെ മകനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗൈസ് ടീസറിൽ കാണിച്ച മറ്റൊരെണ്ണം ക്യാപ്റ്റൻ അമേരിക്കയുടെ കുട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ കുട്ടീനെയും ഡൂമും ഒന്ന് പൊക്കിയിട്ടുണ്ടാവണം. അങ്ങനെയാണ് ക്യാപ്റ്റൻ അമേരിക്ക ഇവിടെ വരിക. പക്ഷെ അങ്ങനെ ആവുമ്പോഴും അവിടെ ഒരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്പിന്റെ ഏജ് ആ ടൈമിലുള്ള ഹെയർ കട്ട് അല്ല അത്. പിന്നെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റിൽ ക്യാപ്പിന്റെ ഏജ് വേറെയാണ്, കുറച്ചും കൂടി ഓൾഡ് ആയിട്ടുള്ള കൈയാണ്. സോ എന്തോ ഒരു വശപ്പശക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഒന്നെങ്കിൽ വേറൊരു ഓൾട്ടർനേറ്റ് ടൈം ലൈനിന്ന് വന്നേക്കണ ക്യാപ്പാണത്, അതാവാനേ ചാൻസ് ഉള്ളൂ. പക്ഷെ അങ്ങനെയാണെങ്കിലും ക്യാപ്റ്റൻ ഈസ് വേർതി ഓഫ് ദി തോർസ് ഹാമർ. സോ അതൊരു ഓക്കെ ആവും, കാരണം ഡ്യൂപ്ലിക്കേറ്റ് ആളൊന്നല്ല, ക്യാപ്പ് തന്നെയാണെന്ന് കാണിക്കാനാണ് ആ തോറിന്റെ ഹാമർ കയ്യിലേക്ക് വന്നേക്കണത്. സോ 3 കുട്ടികൾ ഇപ്പൊ മിസ്സിങ് ആണ്. 3 വേൾഡുകൾ തമ്മിൽ വരുന്നുണ്ട്. ഇതിൽ എക്സ്മെന്റെ വേൾഡിലുള്ള കുട്ടി ഏതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ക്യാപ്പ് ആ എക്സ്മെന്റെ വേൾഡിൽ നിന്ന് വന്നേക്കണ ക്യാപ്പ് ആവാനാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ 3 കുട്ടികളും പോയി 3 വേൾഡും വന്നിട്ടുണ്ട്. മൊത്തത്തില് മറ്റേ ഒരു സെറ്റപ്പാണ്, ഇൻകേർഷൻ. പന്ത്രണ്ട് 18 ഇസ് ഡൂംസ്ഡേ. അതെ, ഡൂംസ്ഡേ ആണ്, പക്ഷെ ഞങ്ങൾക്കത് ഡ്യൂൺസ്ഡേ ആണ്. ഡ്യൂണും അന്ന് തന്നെയാണ് റിലീസ് ആവുന്നത്. സോ ഇറ്റ്സ് എ ഡ്യൂൺസ്ഡേ. പക്ഷേ പ്രിഫറൻസ് ഞാൻ പോവുകയാണെങ്കിലും ഞാൻ ഫസ്റ്റ് അവഞ്ചേഴ്സ് കാണാനാണ് ശ്രമിക്കുക, അത് കഴിഞ്ഞിട്ടാണ് ഡ്യൂൺ കാണുള്ളൂ. കാരണം ഇതൊരു എപ്പിക് മൂവി. അവഞ്ചേഴ്സിന്റെ റൂസോ ബ്രദേഴ്സ് റിട്ടേൺ ചെയ്യുന്ന സിനിമയാണ്. സോ ഓരോ ട്രെയിലറിന്റെ ഒരു ടോണും കാര്യങ്ങളും പറയാം. ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിലെ കാണിച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഓക്കെയാണ്, എല്ലാം സെറ്റാണ്. ഒരു സെറ്റിങ്ങിലേക്ക് വന്നിരിക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറും അതുപോലെ എൻഡ് ഗെയിമും കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു നൊസ്റ്റാൾജിയ, ഒരു ഹോപ്പ്, എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഹൈപ്പായിരുന്നു അത്. ആ ഒരു സംഭവം എനിക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു സീൻ. ഈ ഒരു സീൻ ശ്രദ്ധിക്കുമ്പോൾ ഇവരാരും ഇതുവരെ ഒരുമിച്ചിട്ട് ഒരു പടത്തിൽ വന്നിട്ടില്ല. ഇവരാദ്യമായിട്ടാണ് ഈ പടത്തിൽ ഒരുമിക്കാൻ പോണത്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത് കണ്ടിട്ട് ഒന്നും തോന്നുള്ളൂ. പക്ഷെ ഇതൊരു കിടിലൻ മൊമെന്റ് ആണ്, കാരണം പല ഫ്രാഞ്ചൈസികളും ഒരുമിക്കുന്ന ഒരു സെറ്റപ്പ് സീനാണത്. എന്നിട്ട് പോലും ഒരു ഫീലിംഗ് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എനിക്ക് കമ്പയർ ചെയ്ത് പറയാനുള്ളത് മറ്റേ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിന്റെ ട്രെയിലർ എടുക്കുകയാണെങ്കിൽ അതിൽ ലാസ്റ്റ് ട്രെയിലറിൽ എല്ലാവരും ഓടി വരും വക്കാണ്ടയിലെ ആ ഗ്രാസിലൂടെ. ക്യാപ്പും അയൺമാനും എല്ലാവരും ഓടി വരുന്ന ഒരു സീനല്ലേ. കാര്യം ആ സീന് സിനിമയിൽ ഇല്ലെങ്കിലും അത് തന്നൊരു ഫീലിംഗ് ഈ സിനിമയ്ക്ക് തരാൻ പറ്റിയിട്ടില്ല. അത് ഒരു സ്ഥലത്തും തരാൻ പറ്റിയിട്ടില്ല. ഈ സീനിൽ തന്നെ നമുക്കിത് ക്യാപ്പാണെന്ന് അറിയെങ്കിലും ഒരു ഫീലിംഗ് ഇല്ല, ഇത് ഏത് ക്യാപ്പ്, ഇത് ആര് ഇതെന്നുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്കുള്ളത്. അതൊരു ഭയങ്കര ഒരു പ്രശ്നമാണ്.
ഇനി ഇതിന്റെ ലാസ്റ്റ് എൻഡിങ്ങിൽ വേറെ ഒന്നുമില്ല. അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്, ഞാൻ നമ്മുടെ മെനുവിലേക്ക് വരാം. ഒരു സെക്കൻഡ്. സോ എനിക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയ ഒരു സംഭവം, മാർവല് ഇതിനു മുമ്പ് അവഞ്ചേഴ്സ് സിനിമകളൊക്കെ ഇറക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ സിനിമകളും അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ റിലീസ് ചെയ്തത്. ഓരോ ഫിലിമും ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് വന്ന് ഒരു വലിയൊരു സ്റ്റോറി എൻഡ് ചെയ്യുന്ന ഒരു സെറ്റപ്പായിട്ടാണ് എപ്പോഴും ഒരു അവഞ്ചേഴ്സ് ഫിലിം വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കേസ് വെച്ച് നോക്കുമ്പോൾ, പ്രത്യേകിച്ചും ഈ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന് പറയുമ്പോൾ, ഓൾറെഡി നമ്മൾ ക്യാങ്ങിന്റെ ഒരു പ്രശ്നമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ആ പരിപാടി നിർത്തി. സോ ഒരുപാട് ഡിസ്കണ്ടിന്യൂഷനായി. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് നമ്മുടെ ഡോക്ടർ ഡൂം അങ്ങോട്ട് ഈ വെളിച്ചത്തിലേക്ക് വരുന്നത്. സോ ഡോക്ടർ ഡൂമിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ ഫേസിൽ ഇറങ്ങിയ മൾട്ടിവേഴ്സ് സാഗയിൽ ഇറങ്ങിയിരിക്കുന്ന മിക്ക ഫിലിംസും മിഡ് ലെവൽ ഫിലിംസാണ്. ഒരു ഫിലിം പോലും ഇല്ല നല്ല ഹൈ ലെവൽ എന്ന് പറയാനായിട്ട്. ആകെ എനിക്ക് തോന്നുന്നു ഈ ലാസ്റ്റ് ഇറങ്ങിയ അവഞ്ചേഴ്സ് ഫിലിം അതൊക്കെ ഒരു എന്താ പറയാ, ഒരു ഹാപ്പിനെസ് തന്നു എന്നല്ലാണ്ട് നമുക്ക് എന്താ പറയാ ഒരു വലിയ ഹോപ്പ് ഒന്നും തന്നിട്ടില്ല. ഒന്നെങ്കിൽ എനിക്കൊരു സൂപ്പർ ഹീറോ ഫെറ്റീഗ് തോന്നിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പൊതുവേ ഇപ്പോൾ സൂപ്പർ ഹീറോ ഫിലിംസ് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ സിനിമയുടെ ഈ ട്രെയിലർ കണ്ടപ്പോൾ ചില സീനുകൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിലൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോറിന്റെ സീരിയസ്നെസ് ആണ്. ഈ റൂസോ ബ്രദേഴ്സിന്റെ സിനിമയിലെ തോറിൽ എപ്പോഴും കുറച്ച് സീരിയസ്നെസ് ഉണ്ട്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. കാര്യം ലാസ്റ്റ് ഇറങ്ങിയ 2 സിനിമയിലും തോറിനെ ഒരു കോമാളി പോലെ ആക്കിയെന്ന് തന്നെ പറയാം. തോർ പക്ക കോമാളിയാണ്. പ്രത്യേകിച്ച് ലവ് ആൻഡ് തണ്ടറിൽ വെറും കോമഡിയാണ് തോർ. അപ്പൊ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടക്കേടായി ആ ഒരു സംഭവം. ലവ് ആൻഡ് തണ്ടറിന്റെ അണ്ടർ പെർഫോമിങ്ങിന് കാരണം കൂടി അതാണെന്നിട്ടേ ഞാൻ പറയുള്ളൂ. പക്ഷെ ഇതിൽ കുറച്ച് സീരിയസ് ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തോറാണ് ഇതിൽ കുറച്ചും കൂടി ഒരു ലീഡർ റോളിലേക്ക് വന്നിട്ടുള്ളത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്കിയുള്ളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഡൂംസ്ഡേ അറിയാം. ഡോക്ടർ ഡൂമിനെ പറഞ്ഞല്ലോ, ഡോക്ടർ സ്ട്രേഞ്ച് എന്ത് ഡോക്ടർ ഡൂമിനെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സെറ്റപ്പാണ്. അപ്പൊ ഇതിലെനിക്ക് തോന്നുന്നു ഒരു ടൈം ലൈനെ കുറിച്ച് നമുക്ക് സംസാരിക്കണ്ട, ഡീപ്പായിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. അവിടെയാണ് കാരണം പണ്ട് റൂമർ ഉണ്ടായിരുന്നത് ആദ്യത്തെ അവഞ്ചേഴ്സ് സിനിമയ്ക്ക് ശേഷം, ഐ മീൻ ഡൂംസ്ഡേക്ക് ശേഷം നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ 3ാമത്തെ ഫിലിം വരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് അടുത്ത സിനിമ വരുന്നത്. പക്ഷെ ഇതിലിപ്പോ എനിക്ക് കണ്ടിട്ട് തോന്നുന്നു അങ്ങനെ അത് ഇപ്പോഴും പോസിബിലിറ്റി ഉണ്ട്. കാരണം ഡോക്ടർ സ്ട്രേഞ്ചിനെ നമ്മൾ ഇതിൽ കണ്ടില്ല, ഈ വീഡിയോയിലൊന്നും കണ്ടില്ല. സോ അതിന് ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് ഡൂംസ്ഡേനെ കുറിച്ച് പറയാനുള്ളത് അതിന്റെ റണ്ണിങ് ടൈം ആണ്. ഈ സിനിമ എത്ര റണ്ണിങ് ടൈം ഉണ്ടാവും? ഈ സിനിമ ഇപ്പോൾ ഒരു 4 മണിക്കൂറാണെങ്കിൽ പോലും ഫാൻസ് റെഡി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ റെഡിയാണ്. എനിക്കിപ്പോൾ ഈ സിനിമ ഒരു 4 മണിക്കൂറായാലും കുഴപ്പമില്ല. എല്ലാ കഥാപാത്രങ്ങളെയും നല്ലോണം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് കുറച്ചും കൂടി ഡെപ്ത് എല്ലാവരിലും കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ മിസ്റ്റേക്സ് ഒക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒന്നുകൂടി നൈസാണ്. കാരണം ഇത് ഒരുപാട് പേര് റീയൂണിയൻ ചെയ്യാനുള്ള ഒരു സിനിമയാണ്. ഒരുപാട് പേര് വരില്ലെങ്കിലും അത് ചിലപ്പോൾ ഇനി അടുത്ത സിനിമയിലേക്ക് ആക്കാം. കാരണം സീക്രട്ട് വാർസിലാണ് കുറച്ചും കൂടി എന്താ പറയുക മൾട്ടിവേഴ്സൽ യുദ്ധമായിട്ട് വരുന്നത്. ഡൂംസ്ഡേ എന്ന് പറയുമ്പോൾ ആ ഒരു മൾട്ടിവേഴ്സൽ യുദ്ധത്തിലേക്ക് വരുന്നില്ല എങ്കിലും ഒരു വിധത്തിലാണ് വരുന്നത്. ഡൂംസ്ഡേയുടെ സ്റ്റോറി അങ്ങനെയാണ്. കോമിക് ബുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡോക്ടർ ഡൂം ഒരു പെർഫെക്റ്റ് പ്ലാനറ്റ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ എന്നത് ബാറ്റിൽ വേൾഡ് എന്നാണ് ആ പ്ലാനറ്റിന്റെ പേര്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല യൂണിവേഴ്സിലെ പെർഫെക്റ്റ് ആയിട്ടുള്ള എർത്തിന്റെ പല ഭാഗങ്ങളെല്ലാം കൂടി കൊണ്ടുവച്ചിട്ടുള്ള ഒരു എർത്താണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്, അതിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സീക്രട്ട് വാർസ് വരുന്നത് അവിടെയാണ്. ആ പെർഫെക്റ്റ് വേൾഡ് ഡോക്ടർ ഡൂം ക്രിയേറ്റ് ചെയ്യും. അതിന് ശേഷം അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നതാണ് സീക്രട്ട് വാർസ് ആയിട്ട് വരുന്നത്. സോ ആ ഒരു സ്റ്റെപ്പിംഗ് ആവാം, പക്ഷെ അതിലേക്ക് കുറച്ചുകൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ റൂമർ കേട്ടിടത്തോളം 2 മണിക്കൂർ 45 മിനിറ്റ് എന്നാണ് ഈ സിനിമ റണ്ണിങ് ടൈം. ഒരു ഇംഗ്ലീഷ് സിനിമ എന്ന നിലയിലും ഒരു മാർവൽ സിനിമ എന്ന നിലയിലും ടോപ്പ് ഏറ്റവും വലിയ ഇംഗ്ലീഷ് സിനിമ എന്ന നിലയിലല്ല, ഒരു മാർവൽ സിനിമ എന്ന നിലയിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും റണ്ണിങ് ടൈമുള്ള ഇതാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ അത് പോരാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മിനിമം ഒരു 3.5 മണിക്കൂറെങ്കിലും ഈ പടം വേണം. 4 മണിക്കൂറാണെങ്കിലും ഓക്കെയാണ്, വിഷയമില്ല. 3.5 മണിക്കൂറെങ്കിലും മിനിമം വേണം. കാരണം അത്രയും കണ്ടന്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, അത്രയും ഡെപ്ത് നമുക്ക് കൊടുക്കാവുന്ന ഒരു സിനിമയാണത്. കാരണം ബോറിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ഒന്നും ഉണ്ടാക്കാൻ വലിച്ചു നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല.
കാരണം അത്രയും കണ്ടന്റ് നമുക്ക് പറയാനുണ്ട്. സോ അങ്ങനെ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് ആകെയുള്ള ഒരു വിശ്വാസം ഈ സിനിമയിലുള്ളത് റൂസോ ബ്രദേഴ്സ് എന്നൊരു വിശ്വാസം, അവർ ഡെലിവർ ചെയ്യുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. സോ ഞാനതിൽ പ്രതീക്ഷിക്കുന്നു. ട്രെയിലർ കുറച്ചും കൂടി ഡീപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയുക. സോ അടുത്ത ട്രെയിലർ കാണുന്നവരെ, ദിസ് ഇസ് ഡോൺ ആലിൻ ജോസ് സൈനിങ് ഓഫ്.